വെറുതെ കളവ് പറയില്ല. ഇപ്പൊ ആരോ എന്നെ മ്യൂട്ട് അടിച്ചു. ഇതിപ്പോ താങ്കളുടെ നമ്പറാണ്. ഇവിടെ ഇതുവരെ സംസാരിച്ചവരാരും ഇതുവരെ ആരെയും നമ്പറോ? ഇനി പറയൂ. ബ്രോ നിങ്ങളെ മോഡായിട്ടുള്ള ആരോട് ചോദിച്ചോ, ഇന്നിപ്പോ ഒരാൾ മ്യൂട്ട് അടിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് മോഡറേറ്റർ ഇനി പറഞ്ഞോളൂ താങ്കൾ പറയും. നമ്മളെ നമ്പറാന്ന് പറയാൻ കേട്ടു ബ്രോ. പിന്നെ ഞാൻ പറയാനുള്ള കാരണം എന്തായാലും, ഞാൻ നിങ്ങളെ ബ്രോ പറഞ്ഞ കാര്യമൊന്നും ഞാൻ അവിടെ ടെക്സ്റ്റ് ആക്കിയിട്ടില്ല. അത് വേണമെങ്കിൽ എടുത്ത് ഡീപ്പ് കാണിച്ചു. നിങ്ങൾ സംസാരം കേട്ടാൽ ആരും വരില്ല. നിങ്ങൾ അറിയില്ല, കിടന്നുരുളരുത്. ഇവിടെ ആരാ ഉരുണ്ടത്? ഇവിടെ എന്താണ് ബ്രോ? നിങ്ങളെ ഓഡിയൻസിൽ ഒരാളെ വിളിച്ച് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഉരുണ്ട് കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തെളിവ് ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ ഉരുണ്ടുന്നോ? അപ്പൊ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാം. വെയിറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ താങ്കളോട് ക്ലിയർ ആയിട്ട് ഞാനാണ് മ്യൂട്ട് ചെയ്തത്. ഞാനാണ് MSD മ്യൂട്ട് ചെയ്തത്. ഇങ്ങനെയുള്ള ചോദ്യം ക്വസ്റ്റ്യൻ ഞങ്ങളോട് കുറെ നേരമായി ചോദിച്ചോണ്ടിരിക്കുന്നേ. കുറെ നേരം ഈ പുള്ളി എനിക്കും ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചാൽ ഞാനിപ്പോഴാണ് കാണുന്നത്. എന്ത് വസ്തുതാടോ നിനക്ക്? ഇതൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. മുഴുവനും പഠിക്ക്, എന്നിട്ട് എന്നെ പിങ് ആക്ക്. ഇപ്പൊ നിങ്ങൾ ഉരുണ്ട് കളിക്കണ്ട. അതാണ് കോയന്റെ. നിനക്ക് ഇതൊക്കെ പഠിച്ചു തുടങ്ങുന്നുള്ളതൊക്കെ നമ്മളോട് പറയുന്നത്. MSDയോട് പറയണ്ട. ഒരു സെക്കൻഡ്. MSD ദയവ് ഒരു മിനിറ്റ് ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഒരാൾക്ക് സംസാരിക്കാൻ ഓനോട് ഞാൻ സംസാരിക്കാം. ഓന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇവിടെ ഉരുണ്ട് കളിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് കേൾക്കട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ജോൺ ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തേ. നമ്മൾ അസഹിഷ്ണ ആവരുത്. ഓക്കെ. MSD താങ്കളൊന്ന് മ്യൂട്ട് ചെയ്താൽ മതി. MSD ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇനി ഞാൻ പറഞ്ഞിട്ട് MSD മൈക്ക് ഓൺ ആക്കിയാൽ മതി. ഓക്കെ. ഇനി ആരാ നമ്മുടെ കൂട്ടത്തിൽ സംസാരിക്കുന്നത്? അനലജാനാണോ ജെയ്സ് ബ്രദർ ആണോ? ജെയ്സ് ബ്രദർ ആണോ സംസാരിക്കാന്ന് പറഞ്ഞത്? അല്ല, ഇതില് ഒരു കാര്യം കൺഫേം. അനീസ് വരാം. റെസ്റ്റ് എടുത്തു. എനിക്ക് എന്തെങ്കിലും അഥവാ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ഇതില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇടപെട്ടാൽ മതി. ഞാൻ സംസാരിക്കാം. ഓക്കെ ശരി. MHD, ഇവിടെ ഞങ്ങളുടെ വിഷയം ഇതായിരുന്നു. ഈ മുഹമ്മദ് ഇവിടെ നമ്മുടെ സ്പേസ് ഷട്ടിൽ ഇല്ലാതെ അള്ളാഹുവിനെ കാണാൻ ഒരു പോക്ക് പോകുന്നുണ്ട്. ബുറാഖ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ മുകളിൽ കയറി അള്ളാഹുവിനെ കാണാൻ പോകുന്നൊരു പോക്ക്. ഈ യാത്രയിൽ മുഹമ്മദ് ആദ്യം ചെയ്യുന്നത്, നോക്കണം, മുഹമ്മദിന് മുമ്പ് അവിടെ കാബ എന്ന് പറയുന്ന അമ്പലമുണ്ട്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെ ആലയമെന്ന് നിങ്ങൾ പറയുന്ന ഈ കാബ അവിടെ നിലനിൽക്കെ അള്ളാഹുവിന്റെ ആലയം എന്ന് പറയുന്ന കാബ നിലനിൽക്കെ അവിടെ ആരാധന നടത്താതെ മുഹമ്മദ് ഈ ബുറാക്കി കയറി നേരെ ഈ ജെറുസലേമിൽ പോയിട്ട് അവിടെ മസ്ജിദുൽ അക്സയിൽ പോയി പ്രാർത്ഥന നടത്തി എന്നൊരു വാദമുണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഈ സോളമൻ രാജാവ് പണി കഴിപ്പിക്കുക. എന്റെ ചോദ്യത്തിൽ താങ്കൾ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. തെറ്റുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് താങ്കൾക്ക് അവസരം തരൂല, അപ്പൊ സംസാരിക്കൂ. താങ്കൾക്ക് അവസരം തരാൻ ഒരു ചർച്ച എന്ന് പറഞ്ഞുണ്ടല്ലോ, ചർച്ചയല്ല, ഓപ്ഷൻ ഉണ്ട് അവിടെ. ചർച്ച എന്ന് പറഞ്ഞാൽ തിരുത്താനുള്ള ഓപ്ഷൻ ആണ് തീരുമാനിക്കുക, തിരുത്തല്ല. താങ്കൾക്ക് റെഫ്യൂട്ട് തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല, പിന്നെ ചർച്ച ആയിട്ട് എടുക്കാൻ സഹോദര. താങ്കൾ ഇത് കഴിഞ്ഞിട്ട് തിരുത്തൊന്ന് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞതിനകത്ത്, അതായത് ഞാൻ പറഞ്ഞു വന്ന ഇങ്ങനെയായിരുന്നു. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഖുറേഷികൾ ആരാധിച്ച 360 വിഗ്രഹങ്ങളെ വെച്ച് ആരാധിച്ച 3 പെമ്മക്കളുടെ ബാപ്പിച്ച് ആരാധിച്ച കാബ എന്ന് പറയുന്ന അമ്പലം അവിടെ ഉണ്ടായിരുന്നു. ശരിയാണോ അല്ലയോ? ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ ഇത് എവിടെ തെറ്റ്? ഇതെന്ത് തെറ്റാ ഞാൻ പറഞ്ഞു? നീ പറയും, നീ ഫുള്ള് പറഞ്ഞിട്ടില്ല. നീ ഇത്രയും നേരം പറഞ്ഞത് ഇനി മുഹമ്മദിന്റെ സ്വഭാവം നിങ്ങളെ അവഹേളിക്കാത്ത രീതിയിൽ സംസാരിക്കുമോ? മുഹമ്മദിന്റെ സ്വഭാവം മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കുമ്പോ പിന്നെ മുഹമ്മദിന്റെ അത് മോശമായ സംസാരമല്ലേ? ബ്രദർ എന്നെ വിളിച്ചിട്ട് മുഹമ്മദിന്റെ സ്വഭാവം അപ്പുറത്ത് മുഹമ്മദിന്റെ സ്വഭാവം ആയിരുന്നു കേട്ടോ. ശരി. സംസാരിച്ചു കഴിഞ്ഞാലേ ഞാൻ ഒരു കാര്യം പറയാം. ഓഡിയൻസുകളുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അവർ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഡറേറ്റ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മാന്യമായി സംസാരിക്കുമ്പോ മോശമല്ലേ? മോഡിയോ എല്ലാരും കയറി സംസാരിക്കും.
ക്വസ്റ്റ്യനിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഡിവേറ്റ് ചെയ്യേണ്ട. ജെയ്സ് ബ്രദർ ചോദിച്ചോട്ടെ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ എടാ പോടാ എന്നുള്ള വിളിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ആ സ്വഭാവം കാണിക്കരുത്. ഓക്കെ, ഞാൻ ഫാസിലിന്റെ അടുത്തൊക്കെ ഞാൻ ബ്രദറെ ബായ് എന്നൊക്കെ വിളിച്ചാ സംസാരിച്ചത്. പിന്നെ നീ അവിടെ നിൽക്കി, നീ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ സ്വഭാവം സംസാരിച്ചിട്ടില്ല. കാണിക്കരുത്. മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞത് മോശമാണ്, അത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അല്ലാതെ മോശമായിട്ട് ഫാസിൽ അതാണ് അത് വേറെ അത് കാണിച്ചു തരണം. മുഹമ്മദ് എങ്ങനെ സംസാരിച്ചത് കാണിച്ചു തരണോ? വേണമെങ്കിൽ ഇത് വായിച്ചു തരാം. അത് വെച്ച് നോക്കുമ്പോ ഈ അനിൽ ബ്രദറെ ക്വസ്റ്റ്യൻ പറ, നിങ്ങൾ അവിടെ കിടന്ന് ഉരുളാതെ. റിയാസ് അവിടെ നിൽക്കി, റിയാസ് വന്ന് കയറിയതല്ലേ ഉള്ളൂ, വിഷമിക്കാതെ. ഞങ്ങൾ തുടങ്ങും, ഞങ്ങൾ അവിടെ ചോദിക്കാൻ ജെയ്സ് പോവാ. ബ്രദർ ചോദിച്ചു. ആര് സംസാരിക്കുന്ന ആരാ? ജെയ്സ് ബ്രദർ ചോദിച്ചോ. ഫാസിലാണോ ഇപ്പൊ റിയാസ് ആണോ? സംസാരിക്കാൻ പോകുന്ന ഫാസിൽ റിയാസ് സംസാരിക്കട്ടെ. റിയാസ് വെരി ഗുഡ്. റിയാസ് സംസാരിക്കട്ടെ. ശരി. റിയാസ് സംസാരിക്കും. റിയാസ്, നമ്മുടെ ചോദ്യം ഇതാണ്. റിയാസെ, നമ്മുടെ ചോദ്യം ഇതാണ്. ചോദിച്ചോ, നിങ്ങളുടെ പൾസ് പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. നിങ്ങൾ ഓക്കെ. ഇപ്പൊ നമ്മുടെ വിഷയം ഇതാണ്. മുഹമ്മദ് ബുറാക്കിന്റെ മുകളിൽ കയറി ആകാശയാത്ര നടത്തി എന്നുള്ളൊരു ഇസ്ലാം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞ 2-3 ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നിതായിരുന്നു, ഞങ്ങളുടെ വാദം അനുസരിച്ച് AD 70 തകർക്കപ്പെട്ട ദേവാലയമാണ് ജെറുസലേം ദേവാലയം. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സോളമൻ രാജാവ് പണിയുകയും അതിനുശേഷം നെബൂഖദ്നേസർ രാജാവ് തകർക്കുകയും അതിനുശേഷം വീണ്ടും അത് പുനർനിർമ്മിക്കുകയും അങ്ങനെ AD 70 നശിപ്പിക്കപ്പെട്ടു പോയ ഒരു ദേവാലയമാണ് ജെറുസലേം ദേവാലയം. ഇതിനുശേഷം അവിടെ യഹൂദന്മാരെ സംബന്ധിച്ച് അവിടെ ഒരു ദേവാലയം വന്നിട്ടില്ല. അപ്പൊ എന്താണ് ജെറുസലേം ദേവാലയത്തിന്റെ പ്രത്യേകത? യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ യാഗങ്ങളും ബലികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രവും ജെറുസലേം ദേവാലയമായിരുന്നു. ആ ദേവാലയമാണ് AD 70 തകർക്കപ്പെടുകയും അതിനുശേഷം അവർ ആരാധനയല്ല, അവർ ബലികൾ കഴിച്ചിട്ടില്ല, ബലികൾ നടന്നിട്ടില്ല ജെറുസലേം ദേവാലയത്തിൽ. പിന്നെ അവർ ഒത്തുകൂടുന്നത് സിനഗോഗുകളിലാണ്. സിനഗോഗുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈക്കാവ് പോലെയുള്ള ചെറിയ ചെറിയ മോസ്കുകൾ. അപ്പൊ ഈ സിനഗോഗുകളാണ് അവർ ശബത്ത് ആചരിക്കാനായിട്ടും കണക്ക് വായിക്കാനായിട്ടും അവർ ഒത്തുകൂടാറുള്ളത്. എന്നാൽ ഇവിടെ മുഹമ്മദ് പറയുകയാണ്, ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, AD 70 അവിടെ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. പിന്നീട് അങ്ങനെ ഒരു ദേവാലയം അവിടെ ഇല്ല. അവിടെ ആകെ ഉള്ളത് പിന്നെ വിലാപത്തിന്റെ മതിലാണ്. അവരവിടെ പോയി എല്ലാം പ്രാർത്ഥിക്കാറുമുണ്ട് യഹൂദന്മാർ. എന്നാൽ മുഹമ്മദ് ഇവിടെ പറയുകയാണ്, അദ്ദേഹം ബുറാക്കിന്റെ മുകളിൽ കയറി ജെറുസലേമിൽ ചെന്നു, അവിടെ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥിച്ചു, അവിടെ ബുറാക്കിനെ പുറത്ത് കെട്ടിയിട്ടിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ചു എന്നൊക്കെ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ പഠിപ്പിക്കുന്നു. AD 700 മുമ്പ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ആരാധന കേന്ദ്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ്, ആര് പണി കഴിപ്പിച്ചു, ഏത് കാലഘട്ടത്തിൽ ഈ പള്ളി പണി കഴിപ്പിച്ചു, ഇതിന്റെ വസ്തുതയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മറുപടി ഉണ്ട്. അവിടെ ക്ലിയർ അല്ല. പാട്ട റിയാസ് റേഞ്ച് ഇല്ല. റിയാസ് പറയുന്ന റേഞ്ച് ഇല്ല കേട്ടോ. റിയാസ് അവിടെ അവിടെ കേൾക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറയൂ റിയാസ്. റിയാസ് ഒന്ന് പുറത്തു പോയി വന്നാൽ മതി. പിന്നെ ഞാനത് ഇപ്പൊ പ്രവാചകൻ എന്തിനാണ് അവിടെ പോയി പ്രാർത്ഥിച്ചതെന്നുള്ള കാര്യം പറഞ്ഞാൽ മതിയോ? ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു പള്ളി, മുഹമ്മദ് ജീവിച്ചിരുന്നതിന് മുമ്പായിട്ട് അവിടെ അങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നുവെന്നും ഈ പള്ളി ഏത് കാലഘട്ടത്തിൽ പണിതാണെന്നും ആരാണ് പണി കഴിപ്പിച്ചതെന്നും അതിന്റെ ചരിത്രപരമായ വസ്തുതകൾ വെച്ചൊന്നും സംസാരിക്കണം ആദ്യം. അതിനുശേഷം പിന്നെ പുള്ളി എന്തിനാണ് അവിടെ പോയി പ്രാർത്ഥിച്ചത്, അത് നമുക്ക് അടുത്ത വിഷയമായിട്ട്, അടുത്ത ചോദ്യം എന്റെ. നിങ്ങൾ തന്നെ അംഗീകരിച്ചൂലോ, സുലൈമാൻ പ്രവാചകനാണ് പണി കഴിപ്പിച്ചെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ അംഗീകരിച്ചൂലോ? ഇല്ല, സുലൈമാൻ പ്രവാചകനോ? ഏത് സുലൈമാൻ പ്രവാചകൻ? സോളമൻ ചക്രീന്ദ്രത്തിൽ നിങ്ങൾ എന്തോ പറഞ്ഞല്ലോ. അപ്പൊ അനിലിപ്പോ നേരത്തെ വായിച്ച അനില് നേരത്തെ ഒരു ഹദീസ് വായിച്ചല്ലോ. എന്താ വായിച്ചത്? അല്ല, അനിലിപ്പോ ഈ അനീസ് ഒരാളല്ലേ സംസാരിക്കുന്ന, എല്ലാവരോടും ഇടയ്ക്കല്ലേ. റിയാസ് പറയും. അഫ്സലോട് മൈക്ക് മ്യൂട്ട് ചെയ്യും പ്ലീസ്. അഫ്സല്ലേ, ഞാൻ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ സമ്മതിച്ചിട്ടില്ല സുലൈമാൻ നബിയാണ് പണിതത് എന്ന് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് സോളമൻ രാജാവ്, അതായത് യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായ ദാവീദ് രാജാവിന്റെ മകനാണ് സോളമൻ രാജാവ്. സോളമൻ രാജാവ് തന്നെയാണ്. അപ്പോ
ദാവീദ് രാജാവിന്റെ ജയ്സ്ബിദറെ ഒറ്റ മിനിറ്റ് അല്ലല്ല ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പറയാം. അതായത് ഇവിടെ ഇരിക്കുന്ന റിയാസ് കോഴിക്കോടാന്ന് വിചാരിക്കാം. നമ്മുടെ കോയമ്പത്തൂർ ഒരു റിയാസ് ഉണ്ട്. ആ റിയാസ് ആണ് ഈ റിയാസ് എന്ന് പറയുന്ന പോലെ ഉണ്ട്. അത് രണ്ടു ഒരേ റിയാസ് ആണോ? റിയാസ് തീരുമാനമാക്കി തരാം. അപ്പം ദാവീദിന്റെ മകനാണ് സോളമൻ രാജാവ്. ദാവീദിന്റെ പൂർവികര് ജസ്സെ ഉൾപ്പെടെയുള്ള പൂർവികരെല്ലാവരും ആരാധിച്ചിരുന്നത് യാഹു എന്ന യഹൂദർ ഇന്നും ആരാധിക്കുന്ന യാഹു എന്ന ഏക സത്യദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ സുലൈമാൻ രാജാവ്, സുലൈമാൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സുഹൃത്തെ റിയാസ്, ഒരു സെക്കൻഡ്. നിങ്ങൾ പറയുന്ന സുലൈമാൻ, നിങ്ങൾ വിളിക്കുന്ന സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി എവിടെ ജനിച്ചു? ആരുടെ മകനാണ്? അദ്ദേഹം ആരാധിച്ചത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദിന്റെ ബാപ്പയായ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ഖുറേഷികൾ ആരാധിച്ച 3 പെൺമക്കളുടെ ബാപ്പിച്ചയായ അള്ളാഹുവിനെയാണ് ആരാധിച്ചത്. ഈ അള്ളാഹുവിനെ ആരാധിച്ച സുലൈമാൻ രാജാവ് ഈ സുലൈമാൻ രാജാവാണോ ഈ ജെറുസലേം ദേവാലയം പണിയെടുപ്പിച്ചത്? ഒന്നാമത്തെ ചോദ്യം ആണോ ഇല്ലയോ? ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചത് ഖുറേഷികളുടെ 3 പെൺമക്കളെ ആരാധിച്ച തീർച്ചയായിട്ടും കേട്ടില്ല അതായത് ഖുറേഷി ഗോത്ര ദൈവത്തെ ആരാധിച്ച വ്യക്തിയാണോ ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചത്? ഖുറേഷികളുടെ 3 പെൺമക്കൾ ബാപ്പിച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടും ആ ബാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഖുറേഷികളുടെ 3 പെൺമക്കളുടെ ബാപ്പിച്ചയ്ക്ക് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ദേവാലയമാണോ ഈ ജെറുസലേം ദേവാലയം? തെളിവ് വെച്ച് സംസാരിച്ചോളൂ സുഹൃത്തെ. ഓക്കെ, ഞാൻ ഇന്ന് സംസാരിച്ചോട്ടെ, ഒരു മിനിറ്റ് സംസാരിക്കും. മുഴുവൻ പ്രവാചകന്മാരും വന്നിരിക്കുന്നു. യേശുക്രിസ്തു വരെ പറഞ്ഞത് കർത്താവായ ദൈവത്തിനെ അല്ലാതെ ഒരാളെ പോലും ആരാധിക്കരുതെന്നാണ് യേശുക്രിസ്തു വരെ പഠിപ്പിച്ചത്. കേരള അല്ല, ഇത് മദ്രസയിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. അത് അവിടെ കയ്യിൽ വെക്കുക, അതല്ല ഇവിടുത്തെ വിഷയം. മദ്രസയിൽ ഉസ്താദുമാര് പഠിപ്പിച്ചെന്ന് ഇവിടെ കർത്താവായ ദൈവമാണോ? സംസാരിക്കട്ടെ. അത് വേറെ ചോദ്യമാണ് ബ്രദറെ, അത് വേറെ ചോദ്യം. പക്ഷെ ഇത് ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. ഇത് ഒരു കാര്യം ചോദിക്കുമ്പോ ഉണ്ട് ഉടനെ പിന്നെ ഉസ്താദ് പറഞ്ഞു അല്ല, ഞാൻ സംസാരിക്കണം. ഞാൻ ഒരു പോയിന്റ് റേസ് ചെയ്യണം. അതായത് ഈ ജൂതായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഈ 3 മതങ്ങളെ അബ്രഹാമിക് റിലീജിയൻ എന്നാണ് പറയുന്നത്. ദുബൈയില് വരുന്നുണ്ട്. ദുബൈയില് വലിയൊരു കോംപ്ലക്സ് വരുന്നുണ്ട്, അബ്രഹാമിക് കോംപ്ലക്സ്. പക്ഷെ അത് ചുമ്മാ ആരോപണങ്ങളാണ്. അത് അബ്രഹാം ഇബ്രാഹിമും തമ്മിൽ ബന്ധമില്ല. ഞങ്ങൾ അടുത്ത് തന്നെ ഒരു വിഷയം ഞങ്ങൾ ദൈവം അനുവദിച്ച നാളെ ആ വിഷയം ഇടാം. അബ്രഹാം ഇബ്രാഹിം ഒന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് അത് വേറെ വിഷയമാണ്. അപ്പോൾ അനീസ്, ഇവിടുത്തെ ഒരു ചോദ്യം ഡയറക്റ്റ് വന്നു. താങ്കൾ ചോദ്യം ഡയറക്റ്റ് ഉത്തരം വിട്ടു. എന്തിനാണ് നമ്മൾ ഈ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചോളൂ, ഈ ഉരുണ്ട് കളിക്കുന്നതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ അത് വാക്ക് കടമെടുത്തോണ്ട് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വാ. അതെ, ഈ മസ്ജിദുൽ അക്സ മുസ്ലിങ്ങൾ ആദ്യത്തെ ഖിബിലായിരുന്നല്ലോ. മുസ്ലിങ്ങളെ മസ്ജിദുൽ അക്സയിലോട്ട് തിരിഞ്ഞിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. പ്രശ്നമുണ്ട്. ഇബ്രാഹിം നബി പണിത ഈ കാബ എപ്പോ പോയോ? ആദ്യ നബി പണിത കാബ പോയോ? അപ്പൊ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ്, ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മസ്ജിദുൽ അക്സയിലേക്ക് ആരാധിച്ചത്? ഒന്ന്, മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഈ മസ്ജിദുൽ അക്സ എന്ന ദേവാലയം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ആരാധനാ കേന്ദ്രം എന്ന് വിളിക്കപ്പെടുന്ന ഈ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്രപരമായ തെളിവ് എന്താണ്? AD 700 മുമ്പ് ആര് പണിതു? ഏത് കാലഘട്ടത്തിൽ പണിതു? ചരിത്രപരമായ അതെ, ഞാൻ കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പൊ അങ്ങോട്ട് അബ്രഹാമിക് റിലീജിയൻ മൂന്നും പറയുന്നത് ഇബ്രാഹിം നബി 3 അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ഇല്ല, ഇസ്ലാം അബ്രഹാമിക് റിലീജിയൻ അല്ല സുഹൃത്തെ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഖുറേഷികളുടെ ഗോത്ര വിഗ്രഹത്തെ ആരാധിക്കുന്ന മതമാണ് ഇസ്ലാം മതം. 3 പെൺമക്കളുടെ ബാപ്പിച്ചയെ ഏകനാക്കിയ ഏക മതമാണ് ഇസ്ലാം മതം. ആ മതവും അബ്രഹാമിക് റിലീജിയനുമായിട്ട് എന്ത് ബന്ധം? പക്ഷേ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി ബൈബിളില് പറഞ്ഞിരുന്ന പ്രവാചകനാണെന്നാണ്. മുഹമ്മദിന്റെ വാദമല്ലേ അത്? അത് വേറെ വിഷയം. ഞാനൊന്ന് ഇടപെടുകയാണ്. അല്ല, ഞാൻ
അല്ല, ഒറ്റ മിനിറ്റ്. അഫ്സൽ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഏവരും പറഞ്ഞ ഒന്ന് ഇടപെടുകയാണ്. അതായത് ഈ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുങ്ങളെ ഇങ്ങോട്ട് കയറ്റ, ഈ വിവരമില്ലാത്തവങ്ങളെ കയറ്റിയിട്ട് വെറുതെ സമയം കളയിക്കരുത്. വെറും മദ്രസ പ്രൊഡക്റ്റ് ആണ്. അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. പുള്ളിക്കാരന് ഈ അനീസ് ബ്രദർ ഈ പ്രശ്നം എന്താ പറയുക, ഇവിടെ പ്രശ്നം വരുന്ന വേറൊന്നുമല്ല. നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ അബ്രഹാമിക് റിലീജിയൻ അതൊക്കെ നമുക്ക് വേറെ ടോപ്പിക് അല്ലേ. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചൂടെ? ഒരു ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കും അനീസ് ബ്രദറെ. ചോദ്യം വളരെ സ്ട്രെയിറ്റ് അല്ലേ? ചോദ്യം വളരെ കൃത്യമാണ്. അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ 3 പള്ളികളെ മുസ്ലിങ്ങൾക്ക് ഹോളി മോസ്ക് ആയിട്ടുള്ളൂ. 3 പള്ളി. ഒന്ന് മസ്ജിദുൽ അക്സ, അല്ല മറ്റേ കാബ, സെക്കൻഡ് മദീനത്തെ പള്ളി, 3 ഈ മസ്ജിദുൽ അക്സ. മൂന്നാമത്തെ ഈ 3 പള്ളികളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അതിൽ ഈ മസ്ജിദുൽ അക്സയ്ക്ക് എന്താണ് പ്രാധാന്യം? അല്ല, അതൊന്ന് പറയാമോ? മസ്ജിദുൽ അക്സയ്ക്ക് എന്താണ് പ്രാധാന്യം? ഇസ്ലാമിൽ ആദ്യത്തെ കിബിലായിരുന്നു. അതായത് ഇന്നുള്ള മസ്ജിദുൽ അക്സ ആയിരുന്നു ആദ്യത്തെ കിബില അല്ലേ? അതെ. പക്ഷെ ഈ ഇന്നത്തെ ഈ മസ്ജിദുൽ അക്സ പണിതത് ഏത് കാലഘട്ടത്തിലാണെന്നറിയോ? മുഹമ്മദ് മരിച്ച് 73 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സാധനം പണിയുന്നത്. അത് ആ ചരിത്രപരമായ പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൗദിയിൽ ഇപ്പോഴും ഉണ്ട് കിബിലൈനി എന്ന് പറഞ്ഞിട്ട്. അതായത് സൗദിയിൽ എന്തുണ്ടെന്നുള്ളതല്ല വിഷയം. ഈ നിങ്ങള് മസ്ജിദുൽ അക്സയുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ മതി. മസ്ജിദുൽ അക്സ ഏത് കാലഘട്ടത്തിലാണ് പണിതതെന്ന് അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അവരുടെ ഇതിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ പോലും കിട്ടും. ഇത് ഉമയ്യാദ് ഖലീഫ ആയിരുന്ന അബ്ദുൽ മാലിക്കിന്റെ സണ്ണിന്റെ ആയിരുന്ന അൽ വാലിദ്, അല്ല സണ്ണിനല്ല, സോറി, മകനായിരുന്ന അൽ വാലിദാണ് ഇത് പൂർത്തിയാക്കുന്നത് AD 705. അതായത് 633 മുഹമ്മദ് മരിക്കുന്നു. 631 അല്ല 32 33 ആ കാലഘട്ടത്തിലാണ് മുഹമ്മദ് മരിക്കുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് 705 ഞാനിപ്പോ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ എന്തൊക്കെ എർത്ത് കേക്ക് ഒക്കെ വന്നിട്ട് ഇതിനെ എർത്ത് കേക്കൊന്നുമല്ല. സുഹൃത്ത് എർത്ത് കേക്കല്ല ഈ സാധനം. ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവര് പിടിക്കുന്നത് ഈ പ്രദേശം മുസ്ലിങ്ങളുടെ ഭരണത്തിലേക്ക് വരുന്നത് 2ാം ഖലീഫ ഉമറിന്റെ കാലത്താണ്. AD 637. 637 പിടിച്ച സമയത്ത് അവിടെ ഉള്ളത് ഇവര് സബത്ത് ദിവസം കൂടി വരാൻ വേണ്ടി തനക്ക് വായിക്കാനൊക്കെ കൂടി വരുന്ന സിനഗോഗ് ഉണ്ട്. ആ സിനഗോഗിന്റെ അപ്പുറത്തുനിന്ന് മാറിയിട്ട് സിനഗോഗ് അവിടെയുള്ള സമയത്ത് അതിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്ന വചനമൊക്കെ പിന്നെ മായ്ച്ചു കളഞ്ഞു. 2ാം സങ്കീർത്തനത്തിലുള്ള കാര്യമാണ്. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിന്നെ എഴുതിയിരിക്കുന്നത്. വായിച്ച് ഇതെന്താണെന്ന് അവിടുത്തെ സൈന്യാധിപൻ ചോദിച്ചപ്പോ ഇങ്ങനെ ഈ വാക്യം പറഞ്ഞ, അയ്യോ ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം പൊട്ടിക്കേറും ഭൂമി ഉണ്ടുകേറും എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റി കളഞ്ഞിട്ട് അവിടെ ഇക്ലാസിലെ വരികളൊക്കെ എഴുതി വെപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരവിടെ ഈ ആലയം പണിയാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. പാറയും അതൊക്കെയായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പലരും അതിനിടയിൽ ഇത് പണിയാനുള്ള ശ്രമമൊക്കെ ഉണ്ടെങ്കിലും AD 705 ഇത് കംപ്ലീറ്റ് ആക്കുന്നത്. അൽ വാലിദിന്റെ കാലത്ത് അദ്ദേഹമാണ് ഇത് പൂർത്തിയാക്കുന്നത്. ഇതാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ മുഹമ്മദിന്റെ കാലത്ത് ഇല്ലാതിരുന്ന ഈ പള്ളി ഇതെങ്ങനെ നിങ്ങൾ കിബ്ലയാക്കി എന്ന് പറയുന്നതും അവിടെ മുഹമ്മദ് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്നത് അതിന്റെ ചരിത്രപരമായ അബദ്ധമാണ് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം എന്തുവായാലായിക്കോട്ടെ, അത് ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ എന്തുകൊണ്ടും വിശ്വസിക്കുക. പക്ഷെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന വസ്തുതകൾ ഞങ്ങൾ പരിശോധിച്ചിട്ട് പറയും അത് തെറ്റാണെന്ന് പറയും. നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്നല്ല, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ വിശ്വസിക്കുന്നത് ആ സംഗതികൾ ചരിത്രപരമായിട്ട് അബദ്ധമാണ്, തെറ്റാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ട്? നിങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ടും വിശ്വസിക്കാം. അല്ല, അങ്ങോട്ട് തിരിയിട്ടായിരുന്നു ആദ്യം നമസ്കരിച്ചിരുന്നത്. പിന്നെ കിബില മാറ്റി കഅബയിലോട്ട് മാറ്റുകയാണ്. അല്ല സുഹൃത്ത്, അവിടെ അങ്ങനെ ആലയം ഉണ്ടായിരുന്നില്ലെന്ന് അതാണ് പറയുന്നത്. താങ്കൾ പഠിച്ചത് ശരിയാണ്, എനിക്കറിയാം. പുറപ്പെടുന്നത് അതെ, പക്ഷെ അതിനോട് ഇല്ലായിരുന്നു. അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോഴും. അതായത് ഇവിടെ ഈ ഗിബ്ലാക്കി എന്നൊക്കെ പറയുന്നത് മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യഹൂദന്മാരെ കൂടെ ആക്കാൻ വേണ്ടിയിട്ട്. ആദ്യം മുതലേ അത് ഗിബ്ല ആയിരുന്നില്ല. മക്കയിൽ വെച്ച് അവർ അവിടെ കഅബയിൽ ചെന്നിട്ടാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് ഗിബ്ലയുടെ ആവശ്യമില്ല. മക്കയിൽ നിന്ന് മദീനയിൽ വന്നപ്പോഴാണ് പിന്നെ ഇവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കേണ്ട ആവശ്യം വന്നത്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു കഴിയുന്നത് യഹൂദന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യഹൂദന്മാരാണെങ്കിൽ അവർ ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്നത് ഈ ജെറുസലേമിന് നേരെ നോക്കിയിട്ടാണ്. അത് നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാം. ദാനിയേലൊക്കെ പ്രവാസികളായിട്ട് ഇവിടെ ഇരിക്കും. ഈ ബാഗ്ദാദില് അന്നത്തെ ഇറാഖില് ബാബിലോണിൽ ഇരിക്കുന്ന സമയത്ത് ബാബിലിൽ നിന്ന് അവര് ഒരു ദിവസം 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഈ അവരുടെ ആ ജെറുസലേമിന് നേരെ തിരിഞ്ഞ്
അവരുടെ കിളിവാതിൽ അവിടെ തുറന്ന്, അതിന്റെ നേരെ കിളിവാതിലുണ്ടാവും, ജനലുണ്ടാവും. ആ ജനല തുറന്നിട്ട് അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന അവർ 3 നേരം പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അത് കണ്ടിട്ടാണ് മുഹമ്മദും ആ യഹൂദന്മാരെ കൂടെ കൂട്ടാന്നുള്ള നിലയിൽ ഇത് ചെയ്യുന്നത്. 1.5 കൊല്ലത്തോളം ഇത് തുടർന്നു. പക്ഷെ യഹൂദന്മാർ ആരും വരുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ തിരിച്ചത് ജെറുസലേമിലേക്ക് ആക്കുന്നത്. അല്ല സോറി, കഅബയിലേക്ക് നേരെ, മക്കയ്ക്ക് നേരെ ആക്കുന്നത് പിന്നീട്. അപ്പൊ ഒരു 17-18 മാസത്തോളം ഇത് ഗിബിലയായിരുന്നു, മുസ്ലിങ്ങൾക്ക് ഇത് ഗിബിലയായിരുന്നിട്ടുണ്ട്. പക്ഷെ ചോദ്യം എന്ന് പറയുന്നത് കേവലം ആ ഭൂമിക്ക് നേരെയാണെന്നെങ്കിൽ ഓക്കെ, യഹൂദന്മാർക്ക് അറിയാം അവിടെ ആലയമില്ല. ഇപ്പൊ ദാനിയേലിന്റെ കാലത്ത് ദാനിയേലിനൊക്കെ അവിടെ നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ദൈവാലയം തകർത്ത് കളഞ്ഞിട്ടാണ് അവരതൊക്കെ അവരെ കൺമുമ്പാകെ വെച്ചതൊക്കെ കണ്ടിട്ടാണ് പിന്നെ അടിമകളായി ഇവരെ പിടിച്ചുകൊണ്ട് പോയത്. അവർക്കറിയാം അവിടെ ആലയമില്ല. പക്ഷെ ആ ജെറുസലേം എന്ന് പറയുന്ന ആ മണ്ണിനോടുള്ള പ്രിയം കൊണ്ട് അവർ അങ്ങോട്ടേക്ക് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ആ വിധത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണല്ല, ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്തിനെ അല്ല, അവിടെ ഒരു ആലയം ഉണ്ടെന്നും ആ ആലയത്തിന് നേരെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന വരുമ്പോഴാണ്. അങ്ങനത്തെ ആലയം അവിടെ ചരിത്രപരമായിട്ട് അവിടെ ഇല്ല. അതാണ് ഈ പ്രശ്നം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതല്ല ഞങ്ങളുടെ ഇത്. നിങ്ങൾ വിശ്വസിക്കുന്നതിന് നിങ്ങൾ നിരത്തുന്ന കാരണം എന്താണോ ആ കാരണം അതിന് വസ്തുതാപരമായ വിഷയങ്ങളുണ്ട്. ചോദിച്ചോട്ടെ, ഈ ബൈബിളില് ഒരു പ്രവാചകൻ വരുന്ന ഒരു പ്രവചനമുണ്ടോ? അല്ല അനീസ് ഭായി, അല്ല അതിന് വേറെ പ്രശ്നമുണ്ട്. താങ്കൾ പറഞ്ഞ ആദ്യത്തെ കിബില ഈ മസ്ജിദുൽ അക്സയാണെന്ന് പറഞ്ഞു. ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മസ്ജിദുൽ അക്സ നിങ്ങളുടെ ആദ്യത്തെ കിബിലയായത്? പിന്നെ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മാറ്റിയത്? അന്ന് നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ 5 നേരം കുമ്പിടുന്ന ഈ കാബ അന്നില്ലായിരുന്നു, നിലവിലില്ലായിരുന്നു. അള്ളാഹുവിന്റെ ഭവനം എന്ന് വിളിക്കപ്പെടുന്ന കാബയെ എന്തുകൊണ്ടെന്ന് മുഹമ്മദ് നിങ്ങളുടെ ആദ്യത്തെ കിബിലയായിട്ട് പ്രഖ്യാപിച്ചില്ല? പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിന് മാറ്റേണ്ടി വന്നു? ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്, അതിനോടൊന്ന് മറുപടി പറയും. പിന്നെ ബാക്കി എന്നിട്ട് നമുക്ക് ബൈബിളിൽ എന്തുകൊണ്ടാ മാറ്റിയതെന്ന് അറിയില്ല. പക്ഷെ കിബിലൈനി എന്നിട്ടൊരു പള്ളി ഉണ്ട്, ഇപ്പോഴും ഉണ്ട് സൗദിയില്. ആ പള്ളിയിൽ നിൽക്കുമ്പോഴാണ് മാറ്റി. അപ്പൊ തന്നെ മുഹമ്മദ് നബി അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങി. പിന്നീട് കിബില മസ്ജിദുൽ ഹറമിലോട്ട്. അത് ശരി സുഹൃത്തെ, അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞത്. അതിപ്പോ അവിടെ നോക്കുമ്പോണ്ട് അവിടെ വേറൊരു ആയത്തുണ്ട്. ആ കാര്യം പറയുന്നിടത്ത് നിങ്ങൾ നോക്കിക്കോ, അവിടെ തർക്കം വന്നു, മുസ്ലിങ്ങളുടെ തന്നെ തർക്കം വന്നു. അതായത് അത്രയും നാളും അവിടേക്ക് നോക്കി നിസ്കരിച്ചതെല്ലാം പാഴായി പോയി എന്നും പറഞ്ഞൊരു തർക്കം. അതുകൊണ്ട് പറ്റില്ല, മാറില്ല എന്നും പറഞ്ഞ് കുറച്ച് മുസ്ലിങ്ങൾ അവിടെ തന്നെ കുറച്ചുപേര് മുഹമ്മദ് പറഞ്ഞതനുസരിച്ച് ഇതിന് നേരെ, കാബയ്ക്ക് നേരെ. അങ്ങനെ ആ പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് അപ്പൊ രണ്ടിനും കൂടിയില്ല. കാരണം 2 മുസ്ലിങ്ങൾ തന്നെയാണ്, ഒരു കൂട്ടർ അങ്ങോട്ടും ഒരു കൂട്ടർ ഇങ്ങോട്ടും നോക്കുന്നു. മുഹമ്മദ് ആ നേരത്തെ മുകളിലേക്ക് നോക്കിയിട്ടാ നിസ്കരിച്ചുകൊണ്ടിരുന്നത്, ആകാശത്തേക്ക് നോക്കിയിട്ട്. അപ്പൊ അത് ആയത്തിലുണ്ട്, നിന്റെ മുഖം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാശത്തേക്കോ ഒന്നല്ല തിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആയത്തിറങ്ങുന്നത്. അതല്ല ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം ഒന്ന് ചരിത്രപരമായിട്ടും ഒന്ന് നിങ്ങളുടെ തിയോളജിക്കലായിട്ടുള്ള 2 ക്വസ്റ്റ്യൻ. ഞാൻ ചരിത്രപരമായിട്ട് ചോദിച്ചു, ജയ്സ് ബ്രദർ തിയോളജിക്കലായിട്ടാണ് ചോദിച്ചത്. അതാണ് ഇതിന്റെ ഉത്തരം ഇതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ പള്ളിയാണ് ഈ മസ്ജിദുൽ അക്സ. 3 പള്ളിയുള്ള, അല്ലാതെ നമ്മുടെ നാട്ടിലെ പള്ളി അല്ല സുഹൃത്തെ, അത് ഞങ്ങൾക്കറിയാം. 3 പള്ളിയുള്ളൂ. അല്ല, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ സുഹൃത്തെ, ഇവിടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ 3 എന്ന് പറയുമ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നതിന് കാരണമായിട്ട് എന്താണോ പറയുന്നത് അത് ചരിത്ര വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് ഞങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ്? ഇല്ലാത്തൊരു പള്ളിക്ക് നേരെ തിരിഞ്ഞ് മുഹമ്മദ് നിസ്കരിച്ചെന്നും ഇല്ലാത്തൊരു പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞ് ബുറാക്കിന്റെ മുകളിൽ കയറി മേലെ പോയി എന്നൊക്കെയാണ് ഈ പറയുന്നത്. ഈ ഒരു കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും ലോകത്ത് സമാധാനം, ആ മിഡിൽ ഈസ്റ്റിലെ സമാധാനം മുഴുവൻ പോയിരിക്കുന്നത്. കാരണം ഇല്ലാത്തൊരു പള്ളി കയറി മുഹമ്മദ് നിസ്കരിച്ചു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കയറി നിസ്കരിച്ചു മേലേക്ക് പോയി. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയത് ഇവിടെ നിന്നായതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്നും പറഞ്ഞിട്ടാ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇല്ലാത്തൊരു സംഗതി, ഇല്ലാത്ത പള്ളി കയറി എങ്ങനെ നിസ്കരിച്ചു? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് ഉത്തരം പറ നിങ്ങൾ. അല്ലാണ്ട് ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യം അത് നിങ്ങൾ ഞാൻ പറയാം. പറയട്ടെ, അമ്മിയേക്കാളും മുമ്പ് വന്ന ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ. അനീസ് ബ്രദറെ, താങ്കൾക്ക് ഉത്തരമില്ലെങ്കിൽ ഞാൻ അഫ്സലിലേക്ക് പൊക്കോട്ടെ. അതായത് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ആ പ്രദേശത്തെ നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ഈ പറയുന്ന മസ്ജിദുൽ അഖ്സ നിലനിന്നിരുന്ന പ്രദേശത്തെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ആ 17 തുടക്കം വായിച്ചാൽ മതി. പറഞ്ഞിട്ട് കേൾക്ക്. ഉടായ്പ കയ്യിൽ വെച്ചോ, ഞാൻ വായിച്ചുതരാം. തന്റെ ദാസനെ ഒരു നബി ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക്, എന്നിട്ട് പറയണം അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. ആ പ്രദേശം അനുഗ്രഹീതമാക്കിയെന്നല്ല, അതിന്റെ പരിസരം. ഏതിന്റെ?
മസ്ജിദുൽ അക്സയുടെ പരിസരം. അപ്പൊ അവിടെ മസ്ജിദുൽ അക്സ ഉണ്ടാവണ്ടേ? അങ്ങനെ പറ, അല്ലാണ്ട് പിന്നെ ആ പ്രദേശത്ത് അനുഗ്രഹീതമാക്കി പറഞ്ഞ പ്രദേശമല്ല. മസ്ജിദുൽ അക്സയുടെ പരിസരം അള്ളാഹു മസ്ജിദുൽ അക്സ ഉണ്ടെന്ന് പറയാം, അല്ലാണ്ട് ചുമ്മാ പ്രദേശമല്ല പറഞ്ഞു. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ യഹൂദന്മാര് ഈ പറയുന്ന രീതിക്ക് അവര് ആ ജെറുസലേം ടെമ്പിള് റോമക്കാര് തകർത്തു. അതിനുശേഷം അവര് അവരുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ രീതിക്ക് അവിടെ പോയി ജെറുസലേം ടെമ്പിൾ ഇല്ല, റോമക്കാര് പിന്നീടാണ് തകർക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ജെറുസലേം ടെമ്പിളിലേക്ക് നോക്കിയിട്ട് അങ്ങനെ നിസ്കരിച്ചത് ടെമ്പിൾ ഇല്ലാതെ പറഞ്ഞല്ല. അവരെ സംബന്ധിച്ച് ജെറുസലേം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ജെറുസലേമെ ഞാൻ നിന്നെ മറന്നു പോകുന്നെങ്കിൽ എന്റെ വലങ്കൈ, എന്റെ നാവ് അണ്ണാക്കോട് പറ്റി പോകട്ടെ, എന്റെ വലങ്കൈ ഞാൻ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ട സ്ഥലമാണത്. അത് ആ നഗരത്തോടുള്ള പ്രത്യേകതയാണ്. കാരണം യഹോവ തെരഞ്ഞെടുത്ത നഗരം എന്ന് പറയുന്നുണ്ട്, അതിനെ ദൈവത്തിന്റെ നഗരം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ നഗരത്തിനോടുള്ള അവരുടെ പ്രിയമാണത്. അപ്പൊ അതും ഈ പറയുന്നതും തമ്മിൽ ചേരുകയില്ല. മനസ്സിലായ? അവർക്ക് ആ നഗരത്തിനോടുള്ള പ്രിയമുള്ളത്. അതൊക്കെ ശരിയാണ്. ദാവീദ് അങ്ങോട്ട് നോക്കി നമസ്കരിച്ചു ഒക്കെ അംഗീകരിക്കുന്നു. അപ്പൊ അവിടെ ടെമ്പിൾ തകർത്തിട്ട് അതിനെ അവർ അങ്ങോട്ട് നോക്കി നമസ്കരിച്ചു. ടെമ്പിൾ അതല്ലേ പറഞ്ഞത് നഗരത്തിനോടുള്ള പ്രത്യേക ഇതൊന്ന് പ്രാധാന്യം. ആ നഗരം അവർക്ക് പ്രിയപ്പെട്ടതാണ്. ഇനി അവിടെ ആലയം ഉണ്ടായാലും ഇല്ലെങ്കിലും അവസരം ആ നഗരം അവർക്ക് പ്രധാനപ്പെട്ടതാണ്. ഇന്നും അവർക്കത് പ്രധാനപ്പെട്ടതാണ്. അനിൽകുമാറാണ് ഇസ്ലാമിന്റെ ഫത്വ കൊടുക്കുന്ന ആള്. അതെ 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 നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. അതെ അതെ, നിങ്ങളുടെ സ്ഥിതി അതുപോലെ കണ്ടില്ല. അക്ബറൊക്കെ കിടന്ന് കരഞ്ഞു. താങ്കൾ വരൂ, താങ്കൾ വെല്ലുവിളിക്കാണ്. ഒരു 10 ലക്ഷം രൂപ ഞാൻ വെല്ലുവിളി. താങ്കൾ വരൂ, താങ്കൾ സംവദിക്കാൻ വരൂ. ധൈര്യമുണ്ടെങ്കിൽ ആരുമായിട്ട് 3 മണിക്ക് അല്ല, ആരുമായിട്ട് ആമി പറ. വാട്സ്ആപ്പ് നമ്പർ PM അയക്കൂ, ഞാൻ നിങ്ങൾ ക്ഷണിക്കാം. അല്ല ഇവിടെ വെച്ച് നമുക്ക് വാട്സ്ആപ്പ് ഒന്നും വേണ്ട. പബ്ലിക് ഇവിടെ നിങ്ങൾ വാതിലടച്ചിട്ട് തുണി അയച്ച് കാണിക്കുന്ന സ്വഭാവമല്ലേ കാണിക്കണത്? അവനെടുത്ത് പുറത്താക്കടാ, അതേ പറ്റുള്ളൂ നിങ്ങൾക്ക്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വരൂ. അനിൽ വരൂ, അനിൽകുമാർ വരൂ, വാട്സ്ആപ്പ് നമ്പർ അയക്കൂ, ഞാൻ ക്ഷണിക്കാം നിങ്ങളെ. നിങ്ങൾ മാന്യമായിട്ട് സംവദിക്കാൻ നിങ്ങൾക്ക് മാന്യമായിട്ട് സംബന്ധി പറയട്ടെ. മ്യൂട്ടല്ലേ നിങ്ങൾ? ഈ സ്വഭാവം എല്ലാരും പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഇതാണ്. നിങ്ങൾ കാര്യം പറയുമ്പോ ഈ വ്യാഖ്യാനം നൽകി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാണ്. ധൈര്യമുണ്ടെങ്കിൽ വരൂ. ധൈര്യമുണ്ട്. അമിയനെ ഞങ്ങൾ ധൈര്യത്തോടെ വെല്ലുവിളിക്കുകയാണ്. അമി ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണല്ലോ. ആരുമായി സംവാദം നടത്തണം, എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങള് പറഞ്ഞോട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സെക്കൻഡ് ജയ്സ് ബ്രദറെ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം എല്ലാവരും കൂടെ ഇങ്ങനെ കയറി സംസാരിച്ചാൽ ഈ വരുന്ന ഓഡിയൻസ് സ്പീക്കേഴ്സും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ കയറി എന്തിനാ ഈ സംസാരിക്കുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല അതിനകത്ത് ലോജിക്ക് എന്തുവാണ്. പുള്ളിക്കാരൻ പുള്ളി പറഞ്ഞു തീർക്കട്ടെ. പുള്ളിക്കാരൻ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? ഓക്കെ, പുള്ളി പോയോ? എന്താ അവസ്ഥ? അതായത് നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് അമീൻ. താങ്കൾക്ക് സംവാദമല്ലേ? താങ്കൾ 8 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ കണക്കൊക്കെ പറഞ്ഞു. സംവാദമൊക്കെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ കാര്യം ചെയ്തോ, ഇപ്പൊ ഈ റൂം എൻഡ് ചെയ്തിട്ടില്ല. താങ്കൾ ആരെയാണോ വിളിച്ചത്? ഞാൻ താങ്കളോടൊരു കാര്യം മാന്യമായിട്ട് പറയാം. തുണി അയച്ചു പറയണതൊക്കെ ഞാൻ തുണി അയക്കും, നിങ്ങൾ തുണി അയച്ച് ചിലപ്പോ അതൊക്കെ അവിടെ പലരോടും ചെയ്യുന്നുണ്ട്. മാന്യമായിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ സംവദിക്കുന്നത്. അല്ല, ഖദീജ തുണി അയച്ച കാര്യമൊക്കെ ഞങ്ങൾ പറയണോ ഇനി? ഖദീജ തുണി അയച്ച കാര്യം പറയണം. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കല്ലേ നിങ്ങൾക്ക് നല്ലത്. മക്കളെ, നിങ്ങൾക്കൊന്നും ബുദ്ധിയും ബോധം ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലേ? ഞങ്ങളെ പ്രകോപിപ്പിക്കും തോറും നിങ്ങളുടെ ഓരോ സാധനങ്ങളും ഞങ്ങൾ വലിച്ചിട്ടിട്ട് നിങ്ങൾ ആകെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വെറുതെ മാന്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാലോ. വെറുതെ ഞങ്ങളെ കൊണ്ട് ഇതാക്കുന്നത്. മാന്യമായിട്ട് വിളിച്ച് ആരുമായിട്ടാണ് സംവാദം? പറ, ആരുമായിട്ട് സംവാദം? അങ്ങനെ കഴിഞ്ഞ് തീരാനായിട്ട് കുട്ടികൾ നാണ. ജോർജ് ബ്രദറെ ഒരു സെക്കൻഡ്, ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവരോടൊന്ന് പറയട്ടെ. ഒരു സെക്കൻഡ് അജീഷ് ബ്രദറെ, നമ്മുടെ കൂട്ടത്തിലുള്ള ജോർജ് ബ്രദർ, രാജ ബ്രദർ കുറെ നേരമായിട്ട് മൈക്ക് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഈ അതിന്റെ ഇടയ്ക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കയറുമ്പോ ഭയങ്കര ബഹളമല്ലേ ഫീൽ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിവിടെ മോഡറേറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്
ഓക്കെ, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സഹോദരൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും കൂടെ ഇടയ്ക്ക് കയറുകയാണ്. അതാണ് ഇവിടെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരാളെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എന്തിനാണ് ഈ കടിച്ചു കയറാൻ ചെല്ലുന്ന പോലെ പുള്ളിയുടെ മാന്യത ഇല്ലായ്മ പുള്ളി കാണിക്കുന്നു, നമ്മളെല്ലാവരും കൂടെ എന്തിനാണ് മൈക്ക് തുറക്കുന്നത്? ഓക്കെ, അമിയോട് അജീഷ് ബ്രദർ സംസാരിക്കട്ടെ, വേറെ ആരും അജീഷ് ബ്രദർ സംസാരിക്കും. ഓക്കെ, അനിൽകുമാർ അയ്യപ്പനുമായിട്ടുള്ള സംഭവത്തിന്, അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ്, പക്ഷെ അനിൽകുമാർ അയ്യപ്പൻ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയായിട്ട് അമ്മയുടെ ആൾക്കാർക്ക് സംഭവത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് കൊടുക്കുക. ആരാ പറഞ്ഞത്? ആരാണ്? എന്റെ പേര് അജീഷ് എന്നാണ്. ഓക്കെ, ഞാൻ മെസ്സേജ് വിടാം കേട്ടോ. കാരണം മൂപ്പര് മറ്റേ ഇസ്ലാമിന്റെ ഫത്വ കൊടുക്കുന്ന ആളാണ്. ബൈബിളും ഖുറാനും വെച്ച് നമുക്ക് സംസാരിക്കാം. അജീഷ് ബ്രദറെ വാട്സാപ്പിൽ ഇതൊന്നും വേണ്ട ബ്രദറെ. ഇത് എത്രയോ പ്രാവശ്യം ഇങ്ങനെ വന്നു വാട്സാപ്പിൽ. നമ്മുടെ കുറെ ദിവസങ്ങൾ പോയി, ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ വെച്ച് സംസാരിക്കും, ഇവിടെ വെച്ച് എല്ലാവരും. അനിൽകുമാറിന് ഇവിടെ വെച്ച് സംസാരിക്കാൻ 2 പേരെ വെച്ചിട്ട് സംസാരിക്കുക. 2 മോഡറേറ്റർ ഉണ്ടാവും, നിങ്ങളോട് സമ്മതിക്കുന്ന ഒരാളുണ്ടാവും. 4 പേരെ വെച്ചിട്ട് സംസാരിക്കാം, 4 പേരെ വെച്ചിട്ട്. ഏത് ടീം ആൾക്കാർ ആരുമായിട്ട് ഞാൻ സമ്മതിക്കേണ്ടത്? അതായത് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന നിങ്ങൾ അസഹിഷ്ണുത കാണിക്കില്ല. നിങ്ങൾ അമ്മി, ഞങ്ങൾക്ക് ഈ ഫേസ്ബുക്കോ വാട്സപ്പോ ഉള്ളതല്ല അമ്മി, ഞങ്ങൾക്ക് പൊതുവായിട്ടുള്ള സ്റ്റേജ് ആണ് ഞങ്ങൾക്ക് താല്പര്യം. തീർച്ചയായിട്ടും പൊതുവായിട്ട് സ്റ്റേജ് ഏത് മറ്റേ പൊതുയിടത്തിലാ? എതിരാളി ആരാണെന്ന് പറയണത് വശത്തുനിന്ന് സംസാരിക്കാൻ പറയാലോ. എതിരാളി ആരാന്ന് പറയാലോ, ഇപ്പൊ തന്നെ പറയണോ? തീർച്ചയായിട്ടും പറയണം. തീർച്ചയായിട്ടും പറയല. ഇപ്പൊ അത് ഞാൻ ഒരു കാര്യത്തിന് ക്ഷണിക്കുമ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട് ക്ലബ് ഹൗസിൽ. അതിന് 2 പേര് മോഡറേറ്റർ, 1 പേര് നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും, 1 പാട് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അനിൽകുമാറിനായിട്ട് സംവാദത്തിന് ക്ഷണിക്കുന്നു, ആരാണെന്ന് അറിയിക്കാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവണം? എന്തിനാ നിങ്ങൾ എന്നെ സംവാദത്തിന് വിളിക്കുമ്പോ ആരാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ആളാന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ നിങ്ങൾ? അതായത് ഞാൻ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടില്ല. പ്രോഗ്രാം ഒന്നും സെറ്റ് ചെയ്യാതെ ചുമ്മാ ഇത് ഷോ കാണിച്ചാണല്ലോ. അല്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല. അനിൽകുമാർ ന്യായമായി സംസാരിക്കൂ. നിങ്ങൾ ഈ ന്യായം എന്തോന്ന് ന്യായം? സംഘി സംവിട് നിങ്ങളുടെ ജിഹാദിസം. ഞാൻ ജിഹാദി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം നിങ്ങൾ ഒരുപാട് ചാപ്പൂത്തി തന്നാണല്ലോ. നിങ്ങളൊരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ജിഹാദി ആയിരിക്കും. തീർച്ചയായിട്ടും ജിഹാദിന്റെ അർത്ഥം അറിയാത്തതാണ്. ജിഹാദിന്റെ അർത്ഥം അതാണ് നിങ്ങൾ, അതാണ് പറഞ്ഞത്. ഖുർആനും അർത്ഥം അറിയാം. ഖുർആനും ബൈബിളും വെച്ച് സംവദിക്കാൻ വരൂ, ഞാൻ പ്രോഗ്രാം അറിയിക്കാം. സമ്മതിക്കാം. അതിന് മുമ്പ് ആരാണ് സംവാദകൻ എന്ന് പറയണം. ഞാൻ പറയുന്നത് അനിൽകുമാർ അയ്യപ്പൻ സംവാദത്തിന് പറഞ്ഞെങ്കിൽ മിനിമം MM അക്ബറെങ്കിലും എതിർവശത്ത് ഉണ്ടായിരിക്കണം. മിനിമം MM അക്ബറെങ്കിലും വേണം എതിർവശത്ത്. അതിൽ താഴെ കുറഞ്ഞ പുള്ളികളൊന്നും വേണ്ട. മനസ്സിലായ? അതിനെന്താ കുഴപ്പമൊന്നേ? ശരി, എന്നാ ഡേറ്റ് പറയൂ, എപ്പോഴത്തേക്ക് പറ്റും? MM അക്ബറിനോട് ഞാൻ പറയുന്നത് ആദ്യം അങ്ങോട്ട് കേൾക്കൂ. അമ്മി, നിങ്ങൾ മാത്രം സംസാരിച്ചിട്ട് പറയൂ. നിങ്ങൾ ഫത്വ ഇറക്കണത് കാണുമ്പോ കുറെ കാലം ഇതിന്റെ അകത്തിരുന്നിട്ടല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. അല്ല, അനിൽകുമാർ അയ്യപ്പൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ കാണും, യൂട്യൂബിൽ കയറി നോക്ക്. നിങ്ങളെ പോലെ വീട്ടിനകത്ത് റൂമിലെ മുഹമ്മദീസിനെ പോലെ. ഒരു സെക്കൻഡ്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു സെക്കൻഡ് പ്ലീസ്. പുള്ളിക്കാരന്റെ കാര്യം പുള്ളിക്കാരൻ ഇപ്പൊ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമുക്ക് ഒരു സെക്കൻഡ്, പുള്ളിയെ ഞാൻ മേളോട്ട് എടുക്കാണ്. ഞാൻ പുള്ളിയോട് പറയാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ല, നമ്മുടെ ആയിട്ട് എല്ലാവരും ഉണ്ടല്ലേ? അമി താങ്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന? ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ താങ്കളോട് പറയാം. അവര് സംസാരിച്ച ശേഷം താങ്കൾക്ക് ഞാൻ അവസരം തരാം, അപ്പൊ താങ്കൾ സംസാരിക്കും. അതല്ലേ എന്റെ ശരി? തീർച്ചയായിട്ടും. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യും. ഇനി അജീഷ് ബ്രദർ കംപ്ലീറ്റ് ചെയ്യും. എന്റെ അച്ഛൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അമ്മി, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ ക്ലബ് ഹൗസോ വാട്സപ്പോ ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള ചെറിയൊരു മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല. ഞങ്ങൾക്ക് ചെയ്യാനുള്ള താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള സ്റ്റേജിൽ ചെയ്യാനാണ്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അനിൽകുമാർ അയ്യപ്പനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പൊതുവായിട്ടുള്ള സ്റ്റേജിൽ ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ യൂട്യൂബിൽ കയറി സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കോ അല്ലെങ്കിൽ ട്രൂത്ത് വെയിറ്റേഴ്സോ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ മിനിമം MM അക്ബറിനെ കൊണ്ടുവരണം. അതാണ്. ഇനി അമ്മി MM അക്ബറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സാക്ഷി അപ്പോളജിസ്റ്റിന്റെ ഇതിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പാരിതോഷികം തരുന്നതാണ്. അതിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ലിങ്ക് കിടപ്പുണ്ട്. ഞങ്ങൾ പൊതുവായിട്ടുള്ള സ്റ്റേജിൽ പൊതുവായിട്ട് വിളിച്ചു പറഞ്ഞ സംഭവമാണത്. അത് അമ്മിക്ക് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അത് 2013 പറഞ്ഞതാണ്.
അതുകൊണ്ട് അമ്മി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വരിക. നൗഫല മൈക്ക് മ്യൂട്ട് ചെയ്യും. ആരും സംസാരിക്കില്ല. ഞാൻ അജീഷ് ബ്രദറിന് സമയം കൊടുക്കുകയാണ്. നൗഫൽ ഇപ്പൊ ഇടയ്ക്ക് കയറരുത്. ഞാൻ അമിയെ ഉൾപ്പെടെ മ്യൂട്ട് ചെയ്ത് ഇരുത്തിയേക്കാണ്. നൗഫൽ ഇടയ്ക്ക് കയറരുത്. അമി സംസാരിക്കുന്നില്ല, പിന്നെ നൗഫലിന്റെ ബുദ്ധിമുട്ട്. അജീഷ് ബ്രദർ ഓക്കെ. അതുകൊണ്ട് അമ്മി അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എം അക്ബറുമായിട്ടുള്ള മിനിമം എം അക്ബറിനെങ്കിലും കൊണ്ടുവരണം. പൊതുവായിട്ടുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ ഏതെങ്കിലും YMCA ഹാളോ അല്ലെന്നുണ്ടെങ്കിൽ YWC അങ്ങനെയുള്ള എന്തെങ്കിലും വലിയൊരു ഹാളിൽ വെച്ചുള്ള സംവാദത്തിനെ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ചെറിയൊരു ഈ ഒരു സംവാദ മേഖലയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ താല്പര്യം, കാരണം കുറച്ച് പേരെ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവരാൻ ഞങ്ങൾ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുന്നി പണ്ഡിതന്മാരുമായിട്ടുള്ള സംവാദത്തിന് പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവരായിട്ട് തന്നെ അത് നിർത്തിവെച്ചിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മിനിമം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു റൂമിൽ രണ്ടുപേര്, നിങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ അങ്ങനല്ല, പരസ്പരം മുഖത്തോട് മുഖം ഒരു പൊതുവായിട്ടുള്ള സ്റ്റേജിൽ ഇരുന്ന് സംവാദത്തിന് തയ്യാറാണ്. മിനിമം എം അക്ബറിനെയും കൊണ്ടുവരേണ്ടി വരും. ഓക്കെ അമ്മ, ഇനി അമ്മയ്ക്ക് പറയാനുള്ളത്. അമി പറയാം. അമി ഒരു സെക്കൻഡ്. നമ്മുടെ ഇടയിൽ ആരും മൈക്ക് ഓപ്പൺ ചെയ്യരുത്. അമി കംപ്ലീറ്റ് ചെയ്യുന്ന. അമി എന്ത് പറഞ്ഞാലും നമ്മുടെ ഇടയിൽ ആരും മൈക്ക് ഓപ്പൺ ചെയ്ത്. അമി ഞാൻ പറഞ്ഞ കേട്ടു. നമ്മുടെ ഇടയിൽ ആരും ഇനി മൈക്ക് ഓപ്പൺ. ഞാന് ഇപ്പൊ ഇവിടെ ഈ ടോപ്പിക്കുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ക്ലബ് ഹൗസിൽ നടക്കുന്ന ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതിപ്പോ നിങ്ങൾ പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ എന്നെ കൊണ്ട് കഴിയാത്ത ഒന്ന്, ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഈ ടോപ്പിക്കുമായിട്ട് അനിൽകുമാറിനോട് സംസാരിക്കാൻ എം അക്ബറിന്റെ ഒരാവശ്യമില്ല. ഒരു 7ാം ക്ലാസ് വരെ മദ്രസ കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് കഴിയാവുന്ന ഒരു കാര്യമാണ് അനിൽകുമാറിനോട് സംബന്ധിക്കാൻ. അത് ആരാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് അറിയിക്കാം. ക്ലബ് ഹൗസിൽ ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പിട്ട് നിങ്ങൾ പറഞ്ഞ ആളുകള്, നമ്മളെ ഭാഗത്തുന്ന ആളുകളെയും വെച്ച് നമുക്ക് സംബന്ധിക്കാൻ അനിൽകുമാറിന് താല്പര്യമുണ്ടെങ്കിൽ വരാം. ഒരു സെക്കൻഡ് അനിലച്ച മറുപടി കൊടുക്കട്ടെ. അനിലച്ച മറുപടി പറയും. ശരി, ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ ഇതനുസരിച്ചിട്ട് സംവാദക്ഷണം നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്കൊരു പ്രശ്നമൊന്നുമില്ല, സംവാദക്ഷണം സ്വീകരിച്ചു. പക്ഷെ സംവാദകനായി ക്രൈസ്തവ പക്ഷത്ത് നിന്ന് അനിൽകുമാർ അയ്യപ്പൻ ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട്. 7ാം ക്ലാസ്സിലത്തെ ടീംസിനൊക്കെ ഉണ്ടല്ലോ, അതിന് ലൈവായിട്ട് ഞങ്ങളുടെ ഇതിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൺഡേ സ്കൂൾ പിള്ളേരൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വരും. അവരൊക്കെ മതി അതിന്. ഓക്കെ. അപ്പൊ അനിൽകുമാറിന് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സംവാദം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. സംവാദത്തിന് നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞല്ലോ. താല്പര്യമില്ല എന്ന് പറഞ്ഞു. സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. അപ്പൊ നമ്മള് ഈ കണ്ടീഷൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്നത് 7ാം ക്ലാസ്സിലെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അനിൽകുമാർ അയ്യപ്പൻ അവിടെ സംവാദകന്റെ ആ കസേരയെ വന്നിരിക്കും. അതിന്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് തന്നെ ഞങ്ങൾ പറയുന്നത്. തമ്മിൽ തർക്കിക്കരുതേ. അതെ, അതിന്റെ ആവശ്യമില്ലാന്ന് നിങ്ങൾ പറയുന്നു. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. നിങ്ങൾ ഈ അറിവിന്റെ പരിമിതി വെച്ചിട്ട് സംസാരിക്കാൻ ഈ 7ാം ഞാൻ പുള്ളിക്ക് കൊടുത്ത അവസരമല്ല. അമി എന്തിനാണ് ഇടയ്ക്ക് കയറുന്നത്? പ്ലീസ്. സംസാരിച്ചപ്പോ ആരും ഇടയ്ക്ക് കയറിയില്ലല്ലോ. അതെ, അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. ഞങ്ങൾക്ക് സംവാദത്തിന് ഞങ്ങൾ ഒരു താല്പര്യക്കുറവില്ല. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ സന്തോഷം സംവാദക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സംവാദകർ ആരാണെന്ന് ഞങ്ങൾ പുറകെ പറയാം. മനസ്സിലായോ? അതല്ല ഇപ്പൊ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ പിള്ളേരൊക്കെ ഉണ്ട്. അവര് പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരാണ്, ബിൽനോയി അല്ലെങ്കിൽ ജിജോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. അത് സൺഡേ സ്കൂളിലെ പിള്ളേരൊക്കെയാണ്. അപ്പൊ അവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിക്കോളാം. അവർക്ക് ഈ വിഷയമൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അവർ സംസാരിച്ചോളൂ. മനസ്സിലായോ? ഞാൻ പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ നിബന്ധന മറുവശത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ടത് എം അക്ബർ ആയിരിക്കണം. അത്രേ ഉള്ളൂ. അതായത് ഇപ്പോ എന്റെ സുഹൃത്തിന്റെ ഒരു മകനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തിച്ചേക്ക്, താങ്കൾ ഈ ഇവിടെ പറഞ്ഞ ഈ അറിവ് അത് കോട്ട് ചെയ്ത് കൃത്യമായിട്ട് അതിന്റെ ധാരണ കറക്റ്റ് സംവാദം നടത്താൻ അതിന്റെ ആവശ്യമുള്ളൂ എനിക്ക് തോന്നിയത്. എം അക്ബറിന്റെ ഒരു വരേണ്ട ഒരു കാര്യമില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഹലോ ഞാനൊരു വാക്ക് പറഞ്ഞു. ഒരു സെക്കൻഡ്. അല്ല, ഇത് എന്താ ഈ പുള്ളി പറയുന്നത്? ഒരു സെക്കൻഡ് ഞാൻ തരാം. ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അമി
താങ്കൾക്ക് ഞാൻ അവസരം തന്നു. പക്ഷെ താങ്കൾ ഇവിടെ ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രിനിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? പ്രിനിൽ, ഓക്കെ. താങ്കൾക്ക് ഞാൻ സംസാരിക്കാൻ അവസരം തന്നതിന്റെ റീസൺ വേറൊന്നുമല്ല. താങ്കൾ ഇവിടെ ഒരു ഡിബേറ്റിന് ചലഞ്ച് ചെയ്തുകൊണ്ടാണ്. പക്ഷെ താങ്കളുടെ ചലഞ്ച് എന്താ പറയുക, വളരെ എന്താ പറയാ, ഒരു ലോ ലെവൽ ആയിട്ടുള്ള ഒരു ചലഞ്ച് ആയിപ്പോയി. ഒന്നെങ്കിൽ താങ്കൾക്ക് ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് 7ാം ക്ലാസ് താങ്കൾ പറഞ്ഞല്ലോ, 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എങ്കിൽ താങ്കൾ ഇപ്പോൾ ഇവിടെ നിൽക്കൂ. ഇവിടെ നിന്ന് താങ്കൾ അനിൽകുമാർ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ നിലവിലുണ്ടല്ലോ, ഇവിടെ സംവാദം നടക്കുകയാണല്ലോ. അപ്പൊ താങ്കൾ 7ാം ക്ലാസ് വേണ്ട, താങ്കൾ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇച്ചിവിടെ ഹൈ സ്റ്റാൻഡേർഡ് കിട്ടുമല്ലോ. താങ്കൾ ഇപ്പൊ ഇവിടെ സംവാദിക്കൂ. അതിന് പ്രശ്നമുണ്ടോ അമ്മിക്ക്? താങ്കൾക്ക് സംവാദിക്കാമല്ലോ, വേറെ എങ്ങോട്ടും പോകണ്ട. ഇനിയിപ്പം ഈ വിഷയം താങ്കൾ എടുത്തത് കൊണ്ട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ താങ്കൾക്ക് സംവാദിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ സംവാദിക്കൂ. ഇനിയിപ്പോ 7ാം ക്ലാസ്സിന് തപ്പി പോകണ്ടല്ലോ. 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സിലേക്ക് പോയാൽ ചർച്ച ആ രീതിയിൽ പോകും, എങ്ങും എത്തത്തില്ല. നമുക്ക് ഒരു കൺക്ലൂഷൻ എത്തണമെങ്കിൽ ഇപ്പൊ താങ്കൾക്ക് 7ാം ക്ലാസ്സിനേക്കാളും അറിവുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ താങ്കൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ റെഡിയാണോ? അമ്മി പറയൂ. ബെസ്റ്റ് കമന്റ്. അബ്ദുള്ള ജൂഡ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? അബ്ദുയല്ലോ, പുള്ളിക്കാരനൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ മൈക്ക് എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഇനി അനിൽ അയ്യപ്പനുമായിട്ട് ഈ ഗ്രൂപ്പിലിരുന്ന് സംവദിക്കാൻ താല്പര്യമില്ല, വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റി വേണ്ട ആളൊരു മോഡറേറ്റർ ആയിട്ട് ഇരുന്ന് സംവദിക്കാൻ തയ്യാറുണ്ടോ? വരും. സെക്കൻഡ് അമ്മി ഉത്തരം പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് ഉത്തരം പറഞ്ഞു. അതായത് വേറൊരു ഗ്രൂപ്പ് ഇട്ടിട്ട് ആ ഗ്രൂപ്പിൽ അനിൽകുമാറും ഞാൻ ധാരാളമാണെന്ന് അക്ബറൊക്കെ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റും. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ചിന്താഗതി കൂടെ വളച്ചൊടിക്കുകയാണ്. ഇയാളെ ഇറക്കി വിടുക, അതായിരിക്കും നല്ലത്. ഇയാളെ വിഷയം മാറ്റി കൊണ്ടുപോവാണ്. ചോദ്യം അല്ല, അമ്മി പറഞ്ഞതിന് ഒരു ഇതേ ഉള്ളൂ. MM അക്ബറിനെ അല്ല സാറേ, ഒരു മിനിറ്റ് പുള്ളി പോയിന്ന് തോന്നുന്നു. ബഹിരാകാശത്തിൽ ഈ മോഡറേറ്റർമാർ കയറി ഇടപെട്ട് അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. കാരണം ഇതെല്ലാവരോട് കയറി ഓരോരുത്തരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എബൻ ബ്രോ അതിനുള്ള കാര്യം പറയൂ. അദ്ദേഹം ഇവിടെ വന്നിട്ട് വിഷയം മാറ്റാനുള്ള പരിപാടി നോക്കിയാൽ അത് നടക്കും. പുള്ളി സംസാരിച്ചായിരുന്നു. അപ്പൊ അത് വിടുക. പിന്നെ വേറൊരു കാര്യം, ഒരു കാര്യം പറഞ്ഞു. ഒരു മുഹമ്മദ് ഷെരീഫ്, ഒരു മിനിറ്റ് പോയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ പേടിച്ചു പോകണം. നിങ്ങൾ പറഞ്ഞവര് വെറുതെ എന്തെങ്കിലും വിളിച്ചു. ഒരു മിനിറ്റ് അതെന്താ ഈ റൂമില് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റാ? ഇവിടെ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ഈ കാലത്തിനടക്ക് ഞാൻ ഇവിടെ കയറി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടോ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും അത് മുഴുവൻ കേൾക്കാനോ കേട്ട് അതിന് കൃത്യമായുള്ള ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ശരി, ഈ കാലം വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കുഴപ്പമാണോ? നിങ്ങളുടെ അനിൽ ബ്രദറെ സംസാരിക്കല്ല. ഒരു മിനിറ്റ് ഞാനും സംസാരിച്ചോട്ടെ. അമ്മി, എത്ര പ്രാവശ്യം താങ്കൾ ഇവിടെ വന്ന് ഏതൊക്കെ വിഷയത്തിലാണ് താങ്കൾ ഇവിടെ കയറി വന്ന് സംസാരിച്ചത് ഈ ട്രൂത്ത് വെറ്റേഴ്സിന്റെ ചാനലിൽ? ഇവിടെ ഒരു വിഷയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആയത്ത് എടുത്ത് ഒരു ഹദീസ്. അതല്ല ചോദിച്ചത്, അതല്ല ചോദിച്ചത്. താങ്കൾ എത്ര പ്രാവശ്യം ഈ റൂമിൽ കയറി വന്ന് ട്രൂത്ത് വെറ്റേഴ്സിന്റെ റൂമിൽ കയറി വന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്? ഒരു 3 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. അതോടുകൂടി ഏതൊക്കെ വിഷയമായിരുന്നു? വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പറയുന്ന കേൾക്കുന്ന വിഷയം സംബന്ധമായി. അല്ല, ഇവിടെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാറില്ലല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇതില് താങ്കൾ ഈ അമ്മി എന്നുള്ള പേരിൽ ഈ പ്രൊഫൈൽ പിക്ചറിന്റെ ഇതിൽ തന്നെയാണോ താങ്കൾ? ഈ പ്രൊഫൈൽ പിക്ചർ അല്ല, ഇതിപ്പോ പിന്നെ ഏതായിരുന്നു? ഞാന് പ്രൊഫൈൽ പിക്ക് അങ്ങനെ പലതും ഞാൻ മാറ്റാറുണ്ട്. ഒരു കണ്ടിന്യൂറ്റി ഒരെണ്ണം ഇടാറില്ല. ആണല്ലോ. ഇനി ഒരു കാര്യം പറയാം. എന്ന് ട്രൂത്ത് വെറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് മുതൽ ഫുള്ള് ഞങ്ങളുടെ ലൈവ് കിടപ്പുണ്ട്, ഞങ്ങളുടെ ഇതിൽ കിടപ്പുണ്ട്. ഞങ്ങൾ അത് പരിശോധിച്ചിട്ട് താങ്കൾ എത്ര എണ്ണത്തിന് കയറി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് നോക്കിക്കോളൂ. എനിക്ക് ഒരു കാര്യം പറഞ്ഞ അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോ ഈ അത് തന്നെയാ പറയുന്നത്. ഈ അനിൽകുമാറിനെ വൃത്തികെട്ട രീതിയിൽ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മുഹമ്മദിന്റെ വിഷയങ്ങൾ എടുത്തിടും. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അമ്മിയോട് സംസാരിക്കുന്നതൊക്കെ താങ്കൾ ഇവിടെ കയറി ഈ ട്രൂത്ത് വെറ്റേഴ്സിന്റെ എല്ലാ പ്രോഗ്രാമിലും സമ്മതിക്കാൻ വരുമോ? വേറെ ഗ്രൂപ്പ്
ഒരു മിനിറ്റ്. അമ്മ ഒരു കാര്യം പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കാം, അതിനുശേഷം സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേറാം, നിങ്ങൾക്ക് ഉള്ള അവസരത്തിൽ കേറാതെ പറഞ്ഞോട്ടെ, ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞോട്ടെ. അമ്മി, ഞാൻ അജീഷ് ബ്രദറിന് സമയം കൊടുക്കാണ്. പുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇനി അമ്മി മൈക്ക് എടുക്കാവൂ. ഓക്കെ അജീഷ് ബ്രദർ. ഓക്കെ. അമ്മി, ഞാൻ അമ്മയോട് ചോദിക്കുന്നത്, ഈ ട്രൂത്ത് വിറ്റേഴ്സിന്റെ എല്ലാ പ്രോഗ്രാമിലും അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ ഇവിടെ വന്നിരുന്ന് ഇതേപോലെ മോശം പറയുകയാണ്. ഈ ക്ലബ് ഹൗസിലെ എല്ലാ പരിപാടിക്കും പുള്ളി ഹാജരായിട്ട് ഇതേപോലെ ഇരുന്ന് മോശം പറയുന്നതായിട്ടാണ് അമ്മി കണ്ടിട്ടുള്ളത്. അമ്മയ്ക്ക് മറുപടി വരാം. അതായത് അങ്ങേരുടെ ഒരു ചിന്താതലത്തിൽ നിന്നും എടുത്തിട്ടാണ് അങ്ങേരുടെ ഇഷ്ടം മാതിരി അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചത് അതല്ല, എല്ലാ പ്രോഗ്രാമിലും ക്ലബ് ഹൗസിൽ ഇടുന്ന എല്ലാ റൂമിലും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലും സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നു. എങ്ങനെ ഞാൻ വന്നിരുന്ന സമയത്തൊക്കെ അങ്ങനെ. എന്റെ അമ്മ എന്തിനാ പറഞ്ഞത് കള്ളം പറഞ്ഞത്? ആ പുള്ളി വന്നിട്ടില്ല. അതിനെ പറഞ്ഞു ഞാനാണ് ഈ ക്ലബ് ഹൗസ് മോഡറേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് ഓരോ വിഷയം എഴുതിയിട്ടുണ്ടിരിക്കുന്നത്. അത് അമ്മ മനസ്സിലാക്ക്. പുള്ളി 3 പരിപാടിക്ക് വന്നിട്ടില്ല. ആ വരാത്ത പരിപാടി വരെ താങ്കൾ ഇപ്പൊ അനിൽകുമാറെ ഇപ്പൊ മോശം പറഞ്ഞെന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. എന്തിനാണ് സുഹൃത്തുക്കളെ അയാള് ആരാണ്? എം എം അക്ബറിന്റെ കാര്യമാണോ അപ്പൊ പറഞ്ഞത്? അതായത് എം എം അക്ബറിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ ആൾക്കാർ തൊള്ള കടന്ന് റോഡിൽ കടന്ന് തോന്നിയാസം പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നത്. അനിൽകുമാർ നമുക്കുള്ള ഇരയുള്ളൂ, വേറെ ഗ്രൂപ്പ് ഇട്ട് വരൂ, ഒരു സെക്കൻഡ്, ഞാൻ റെഡിയാണ്. അമ്മി ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഇപ്പം എല്ലാ വിഷയങ്ങളും നമ്മൾ അങ്ങോട്ട് അമ്മി ഒന്ന് മ്യൂട്ട് അമ്മി മ്യൂട്ട് ചെയ്യൂ. എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാ വിഷയങ്ങളും ഇപ്പൊ അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റിയേക്കാണ്. അമ്മിക്ക് ഇപ്പൊ ഈ കാര്യത്തിൽ ഓരോ ആൾക്കാരെ അമ്മിയോട് സംസാരിക്കത്തുള്ളൂ. ആരാണ് സംസാരിക്കുന്നത്? അനിലച്ചാനാണെങ്കിൽ അനിലച്ചാൻ, ഒരാളെ സംസാരിക്കത്തുള്ളൂ. അമ്മി സംസാരിക്കുമ്പോൾ വേറെ ആരും കയറത്തുമില്ല. എന്താ പറയാ, പോയോ? ഓക്കെ, അമ്മി സംസാരിക്കുമ്പോൾ വേറെ ആരും കയറത്തില്ല. ഒരു സെക്കൻഡ്, ആരാ സംസാരിക്കുന്നത്? ഇപ്പൊ എന്റെ ഇടയ്ക്ക് ആരും പറയല്ലേ പ്ലീസ്.